ഓക്കെ. ഹലോ നമസ്കാരം, ഞാൻ രാകേഷ് ബാബു ആണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഏകദേശം ബോഡി വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അതിന്റെ പെയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളാണ്. പെയിന്റിംഗ് അല്ല പുട്ടി വർക്കും പിന്നെ അതിന്റെ പേപ്പർ പിടിക്കലും പെയിന്റിങ്ങും എന്ന് വെച്ചാൽ പെയിന്റിങ് കംപ്ലീറ്റ് ഇല്ല, ഒരു സർഫേസർ അടിക്കുന്ന വരെയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ഞാനിപ്പോ ഇത്രയും പുട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുറെ ഉരക്കാനുണ്ട്, കുറെ അധികം ഉരക്കാനുണ്ട്. ഈ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ ക്യാമറ മാത്രമേ പിടിക്കണുള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഏകദേശം ഒരു കോട്ടായി, അതിന്റെ ലെവലിങ്ങും കാര്യങ്ങളൊക്കെ ആയി. ഇനിയിപ്പോ സ്പോട്ട് കൂട്ടി ഇടാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഓക്കെ 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 നമ്മള് ബോഡി ഫില്ലറാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ പോണത്. ഇതില് ബോഡി ഫില്ലർ നമ്മൾ 2 കിലോത്തിന്റെ ഒരു പാക്കറ്റ് എടുത്തേക്കണം. ഇതിലിത് 2 സംഭവമായിട്ട്, അതായത് റെസ്റ്റിനും ഹാർഡനറുമായിട്ടാണ് വന്നേക്കണം. ഈ ബോഡി ഫില്ലർ ഇതുപോലെ കുറച്ചെടുക്കുക. ഇതിൽ കട്ടകളുണ്ടാകും. അപ്പോൾ ആദ്യം നമ്മളിതിനെ ഒന്ന്, ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിതിനൊന്ന് കുഴച്ച് സ്മൂത്താക്കി എടുക്കണം. കണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അത് കട്ടകളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചിടേണ്ട ടൈമിന് അവർ ഗ്യാപ്പായിട്ട് വരും. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കുഴച്ചെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം കുറച്ച് ഹാർഡനർ കുറച്ച് മതി. പിന്നെ ഈ 2 പുട്ടികൾ എടുക്കണം കേട്ടോ. ഒരു ബ്ലേഡെ പറ്റി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇനി കുറച്ച് ഹാർഡനർ ഏകദേശം ഇത്രയും മതിയാവും. ഇതെടുക്കുക, നന്നായിട്ട് കുഴക്കുക. ഒന്നും നോക്കണ്ട, കുഴച്ചോ. അങ്ങനെ കുഴച്ച് നല്ല പൊറോട്ടയുടെ പരിപാടി അല്ലല്ല നല്ല സെറ്റായി വരാൻ നേരത്ത് പഴയ പണിയിലായിട്ട് പോയി. എന്തോ ഓക്കെ. അപ്പം അങ്ങനെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ട്. സക്കളു ക്യാമറാമാൻ രാവിലെ താമസിച്ചാണ് വന്നത്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി താമസിക്കുന്നതിന് മുമ്പ് ഞാൻ ഇട്ട് വെച്ച്. ഇനി ഈ സാധനം നമ്മൾ എടുത്തിട്ട് ഇങ്ങനെയായിട്ട് പിടിച്ചിട്ട് ഇതിങ്ങനെ ഒറ്റ വലിയായിട്ട് വലിക്കുക. അല്ല, അവിടെ ഒക്കെ തന്നെ ഒന്നുകൂടെ അങ്ങോട്ട് വലിച്ചിട്ടേക്കുക. കണ്ട, അപ്പം അത് കവറായി. രണ്ടാമത്തെ ലെയർ എടുക്കാം. അത് ഇതുപോലെ തന്നെ ഒറ്റ വര. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ കട്ട ഉണ്ടെങ്കിൽ ഒരു വര പോലെ വന്ന് വീഴും. അത് വീടിനെ കാണിച്ചു തരാം, ഉടനെ വരും. സ്വാഭാവികമാണത്. തക്കളു, നിനക്ക് പുട്ടിയെ കുറിച്ച് പഠിക്കാൻ വേണ്ട? പഠിക്കണം. ഇന്ന് പരീക്ഷ ഉണ്ടോടാ? 7 മണിക്കാ? ഓ ഓക്കെ. ഇത് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ, ഈ നമ്മളൊന്ന് വാട്ടർ പേപ്പറൊക്കെ ഇട്ട് വരച്ചെടുക്കുവേ. ഇന്ന് മുഴുവൻ ഇടാനില്ലടാ, വേറെ ഭാഗത്തൊക്കെ ഇടാനില്ല. അപ്പോൾ ഇന്നരക്കൽ നടക്കുന്നില്ല, നാളെയൊക്കെ ഇട്ടിറക്കാം. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പേപ്പറൊക്കെ പിടിച്ച് സെറ്റാക്കിയിട്ട് പ്രൈമർ അടിക്കും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വണ്ടി ഇറങ്ങും. ആർക്ക്? ആ, ഇപ്പം കറക്റ്റ് അല്ലേ? പിള്ളേച്ചൻ പറയാന്ന് വിചാരിക്കും. വരട്ടെ, കയറിയിരിക്കാൻ പറ. നിന്റെ കൂടെ പുളിയെ പിന്നെ നടന്നോളൂ. ഞാൻ ഈയിടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് ചിന്തിക്കുന്നു. വെറുതെ ചുമ്മാ തമാശക്ക് പറഞ്ഞ കേട്ടാ, കാര്യമായിട്ട് എടുക്കണ്ട, ആരും പറയണ്ട. ഓക്കെ, അപ്പം എല്ലാം തീർന്നു.
മഴ വരുന്നുണ്ട് കേട്ടോ. അയ്യോ നോക്കി നോക്കി കാണിച്ചു കൊടുക്കാ. ഈശ്വര അഴ കിടക്കണ തുണിയൊന്നും വരരുത്, മഴ മാത്രമേ വരാവുള്ളൂ. അമ്പോ ഉണ്ടാ ഇപ്പൊ അവിടെ എങ്ങനെ നിന്നിരുന്നെങ്കില മൊത്തം പണിയാണ്. നമ്മളൊരു പണിയെടുക്കാന്ന് പറഞ്ഞാൽ മഴക്ക് പോലും പിടിക്കല, എന്താണെന്നറിയാൻ പറ്റില്ല. അന്നൊന്ന് മഴ വരെ ഓളിത്തുടങ്ങി. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഓക്കെ, ഹലോ നമസ്കാരം മച്ചാനെ. നമ്മൾ അർജുൻ നന്ദകുമാർ എന്ന് പറഞ്ഞിട്ടൊരാൾ നമുക്കൊരു ഹെഡ്ലൈറ്റ് അയച്ചു തന്നേക്കുവാണ്. മച്ചാനോട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു ഹെഡ്ലൈറ്റ് ഇങ്ങനെ കിട്ടാനില്ല, ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ട് കിട്ടാനില്ല, ബാക്കിയെല്ലാവർക്കും തീരാറായെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് മച്ചാൻ എന്നെ കോൺടാക്ട് ചെയ്തു. ആൾക്ക് കുറേ വിൻറ്റേജ് വണ്ടിയുടെ കളക്ഷൻസൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ മച്ചാൻ കോൺടാക്ട് ചെയ്ത് അപ്പോൾ ഇങ്ങനെ ഒരു കയ്യിലൊരെണ്ണം ഉണ്ട്, ഞാൻ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അഡ്രസ്സൊക്കെ മേടിച്ചായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആണ്, ആളുടെ കയ്യിലുണ്ടായിരുന്നൊരു പഴയ സാധനമാണ്. അപ്പം നമുക്ക് വണ്ടിക്ക് വെക്കാൻ ഉപകരിക്കുമെന്ന് പറഞ്ഞിട്ട് മച്ചാൻ നമുക്ക് അയച്ചു തന്നാണ്. ഇപ്പോൾ ദേ കൊറിയറിൽ കൊണ്ട് തന്നിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് മച്ചാൻ. നന്ദകുമാർ എന്നാണ് ആളുടെ പേര്, നന്ദു. അപ്പോൾ തൃശ്ശൂരുള്ളതാണ്, ആളുടെ പുതുക്കാടാണ് സ്ഥലം, തൃശ്ശൂർ. അപ്പം അർജുൻ നന്ദകുമാർ എന്ന് പറഞ്ഞ ആൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് സംഭവം എന്നുള്ളതൊന്ന് പൊട്ടിച്ച് നോക്കാം, നമ്മുടെ വണ്ടിക്ക് പറ്റണമായിരിക്കും. ഓക്കെ പക്ഷെ അക്കടോ നിനക്കിത് വല്ലതൊക്കെ മേടിച്ച് എനിക്ക് അയച്ചു തരാൻ പറ്റും. അത് ഞാൻ കാശ് കൊടുക്കണം. എല്ലാം കൊണ്ടൊരു നല്ല ദിവസമാണെന്ന് തോന്നുന്നു. പുട്ടി ബ്ലേഡ് കൊണ്ട് ബോക്സ് ഓപ്പൺ ചെയ്യണ ആദ്യത്തെ നമ്മളായിരിക്കും അല്ലേ. ഇവിടെ ഇതിൻ്റെ അറ്റം ഇവിടെ പാവം വച്ചാൽ കുറേ കഷ്ടപ്പെട്ട് സെറ്റാക്കി അയച്ചതാണ് കേട്ടോ. നിലവിൽ നമുക്കിങ്ങനെ അയച്ചു തരാനായിട്ട് ഒരാളുണ്ടായല്ല, അത് തന്നെ ഒരു വലിയ കാര്യം. ഒരുപാട് രീതിയിൽ പാക്ക് ചെയ്ത് മച്ചാൻ സെറ്റാക്കി വെച്ചിരിക്കണം, പൊട്ടാത്ത രീതിയിലൊക്കെ പേപ്പറൊക്കെ ഇട്ട്. അമ്പാ ആയി വാ, സെറ്റ് സാധനം, വിൻറ്റേജ് സാധനം, മെറ്റലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും, സൂപ്പറാണ്. ഇനി ഈ റിംഗ് ഒന്ന് അയച്ച് പ്ലേറ്റ് ചെയ്തെടുക്കുക, ബൾബ് വരെയുണ്ട്. അപ്പോൾ മച്ചാനെ ഒരുപാട് നന്ദിയുണ്ട്. നമുക്കിത് മച്ചാൻ്റെ പേരിൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റായിട്ട് വെക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇത് നമുക്കൊന്ന് വെച്ച് നോക്കാം. നമ്മൾ നേരത്തെ ഡൂമൊക്കെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അവസ്ഥയൊക്കെ വലുതാണാതിരുന്നാണെന്നൊക്കെ വെച്ച് നോക്കാം. നമ്മൾ നേരത്തെ ഒരു കിച്ചണും പഠിച്ച ഡൂമാണ്. അപ്പോൾ അത് കാരണം ഒരു ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഇത് കട്ട് ചെയ്തൊന്ന് ഒതുക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് നന്ദി വെച്ചാൽ പവർ ഇപ്പോൾ ഈ ഫുള്ള് കയറാത്തെന്ന് വെച്ചാൽ ഈ രാത്രി 2 ബോൾട്ട് കയറാം. ഓക്കെ, എനിക്കിവിടെ കട്ട് ചെയ്യുക, താനായിട്ട് പിടിപ്പിക്കുക, കറക്റ്റുള്ള. അപ്പോൾ നമ്മുടെ മഡ് ഗാർഡ് വളരെ സംഭവമായിട്ട് പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല പക്ക ഫിനിഷിങ്ങിൽ തന്നെ പുള്ളി ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഗ്യാസ് വെൽഡ് ചെയ്ത് നമ്മുടെ ഗിരീഷ് ചേട്ടനാണ്. കണ്ടോ, ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് പുള്ളി ഗ്യാസ് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പുട്ടിയിടാനുണ്ട് ഇവിടെയൊക്കെ. ഹെഡ്ലൈറ്റ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പുട്ടി വർക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ 2 സൈഡ് ഡോറും നല്ല രീതിയിൽ പേപ്പറൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിലെ മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പതിയെ അതിലോട്ട് കിടക്കാം. മാസ്കൊക്കെ വെച്ചിട്ടുണ്ടിരിക്കട്ടെ, പോലീസൊക്കെ ഉണ്ട്. നമ്മുടെ സാവ്ലോഗ്സുകാരൊക്കെ വന്നിപ്പോൾ വീഡിയോ ഒക്കെ മിന്നിച്ചിട്ട് അങ്ങോട്ട് പോയതുണ്ട്.
ആ അടുത്തേക്കാം. പേപ്പർ പിടിക്കാൻ തളേനെ വിളിക്കാനുള്ള പേപ്പർ പിടിക്കാൻ. ആ തള വരും. മറ്റേ ജീപ്പ് പിടിച്ച പോലെയാണ്. എന്റെ പൊന്നടാ ഇത് വീഡിയോയിൽ തന്നെയാണ്. അതെന്താണെന്ന് ചോദിച്ചു. എന്ത് കഷ്ടപ്പാടാണെന്നറിയാമോ? ആണോ? ഓക്കെ. അക്കുട് വെറുതെ നിൽക്കണമെന്ന് ഒരച്ചോളാം. എനിക്ക് ക്യാമറ പിടിക്കാനാണ് ഇഷ്ടം. അതാകുമ്പോ പണിയെടുക്കണ്ടല്ലോ. അത് നന്നായി. പിന്നെ നമ്മൾ ആദ്യം ഇപ്പം ഏകദേശം ഒരു ലെവലായതിനു ശേഷം ഇപ്പൊ ഞാൻ ആദ്യം ഒരു റഫ് പേപ്പർ ഇട്ടൊന്ന് ലെവൽ ചെയ്തു. അതിനുശേഷം 3 വാട്ടർ പേപ്പറാണ്. 3 വാട്ടർ പേപ്പർ ഇട്ടിട്ട് ഒന്നുകൂടെ സ്മൂത്താക്കി എടുക്കാം. അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിയാൻ നേരത്ത് ഇതിൽ കുറെ കവറാകാനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ ഒന്നുകൂടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സർഫേസർ അടിക്കാൻ പോവാം. അപ്പൊ ഒന്നും നോക്കണ്ട, ഒരച്ചോ. ഒരു മെഷീൻ മേടിക്കണല്ലോ വരക്കണം. ശരിയാ, എളുപ്പാക്കാൻ പരിപാടി. എപ്പോഴും നിനക്ക് ആ വീടിന്റെ ആധാരം നിർത്തിട്ടാ മതി. ഓ, ആധാരമൊന്നും ഇല്ലല്ലോ. കുറച്ച് പൈസ തരാൻ എന്റെ കുറെ ആവശ്യമില്ലല്ലോ. പിന്നെ മെഷീൻ മേടിക്കും. പിന്നെ ഈ പെയിന്റ് അടിക്കണതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ചില കമന്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയുവാണ്, നമ്മളിപ്പോൾ പേപ്പർ പിടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വണ്ടിയുടെ ഭാഗം, അതിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏത് വണ്ടിയാണെങ്കിലും അത് നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ പേപ്പർ പിടിച്ച് വെച്ചതിന് ശേഷം ഇതിപ്പോൾ NC സർഫേസറാണ് ഇപ്പോൾ നമ്മൾ അടിക്കാൻ പോണത്. ഇത് തന്നെ PU ഉണ്ട്. ഇത് സാധാ NC തിന്നറിൽ മിക്സ് ചെയ്തെടുക്കുന്ന സർഫേസറാണ്, ഹാർഡനറൊന്നും വേണ്ടാത്ത. അപ്പോൾ അത് നമ്മൾ കുറച്ചെടുക്കുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ അത് തിന്നർ മിക്സ് ചെയ്തു, D13 തിന്നർ മിക്സ് ചെയ്തു. അതിനുശേഷം അതിൽ കുറച്ച് കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഒരു ചെറിയ തുണി കഷ്ണം വെച്ചിട്ട് പെയിൻറ്റിനെ നമ്മൾ അരിച്ചാണ് ഗണ്ണിലേക്ക് ഒഴിക്കേണ്ടത്. ഓക്കെ. അല്ലെങ്കിൽ ഈ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതിൽ കയറി അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വരാതെയൊക്കെ വരും, സ്പ്രേ നല്ല രീതിയിലാകാണ്ടൊക്കെ വരും. ഓക്കെ. ആദ്യം നമ്മളിത് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഈ സർഫേസറിനെ നമ്മൾ നേരത്തെ പേപ്പർ പിടിച്ച് വെച്ചിരിക്കുന്ന എന്ത് സാധനങ്ങളാണോ അതിലേക്ക് നല്ല രീതിയിലൊരു കവർ ചെയ്യുന്ന രീതിയിലൊരു കോട്ട് ആദ്യം അടിക്കുക. ഇതിൽ പ്രധാനമായിട്ടും ചെയ്യാൻ ഈ സർഫേസർ അടിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളിതിപ്പം നല്ല രീതിയിൽ പേപ്പർ പിടിച്ച് വെച്ചിരിക്കുന്ന സാധനമാണെങ്കിൽ പോലും അതിൽ കുറച്ച് പിൻ ഹോളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഈ സർഫേസർ കയറി അത് ഫില്ലായി പോയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളിപ്പോൾ പേപ്പർ പിടിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ മെറ്റൽ കാണാനായിട്ടൊക്കെ വരും. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു കളറൊക്കെ വരുന്നുണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്കും അത് കവറാകത്തില്ല, അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഈ സർഫേസർ ഒരു കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നിടത്ത് എല്ലാം ഒരു ഒറ്റ കളറിൽ തന്നെ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്കും അത് കവറായി പോകും. ഓക്കെ. പിന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ചേസും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ആ ഒരു ബോഡിയൊക്കെ അടിക്കാനായിട്ടൊക്കെ, ഇത് എല്ലാം ഈ സർഫേസർ തന്നെ അടിക്കുന്ന കാണിച്ചുകൊണ്ടിരുന്ന കാണുന്ന നിങ്ങൾക്കും ബോറടിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ ചെയ്യണ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ ഈ വീഡിയോയിൽ ചെറിയ കണ്ടൻറ്റൊക്കെ ഇപ്പോൾ ഇത്തവണ കുറവായിരുന്നു, കാരണം തക്കടുമില്ല. അത് കാരണം ഞാൻ തന്നെ ഒറ്റയ്ക്കുള്ള വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കണമെങ്കിൽ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ഏകദേശം തീർന്നിട്ടുണ്ട്. ഈ പെയിൻറ്റ് ചെയ്യണോടുകൂടി നമ്മൾ ഈ വണ്ടിയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ കൂടെ കാണും മാക്സിമം. ഓക്കെ. നമ്മളെ ഒരു കൂട്ടുകാരൻ നമ്മൾ നേരത്തെ വണ്ടി ചെയ്ത സമയത്ത് പറഞ്ഞായിരുന്നു ഇലക്ട്രിക് സ്കൂട്ടറിൽ വെക്കാനായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു.
അപ്പൊ ഞാൻ കഴിഞ്ഞ നമ്മുടെ ഒരു കമ്പനിക്കാരനല്ല നമ്മുടെ വീഡിയോ കൊണ്ടൊരു സബ്സ്ക്രൈബറാണ്. ആളെനിക്കൊരു സുപ്രാട ഹെഡ്ലൈറ്റ് അയച്ചു തന്നായിരുന്നു. അപ്പൊ അതിൽ വരുന്ന നോർമൽ ബൾബാണ്. അപ്പൊ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇലക്ട്രിക്കിന്റെ LED ബൾബ് ഞാൻ ഇങ്ങനെ നമ്മുടെ കമ്പനിക്കാരനടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ അവനിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പുള്ളിക്കാരനിൽ പറഞ്ഞ ഇരിപ്പുണ്ട്, കൊണ്ടുതരാൻ ചെയ്തു നോക്കാന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകും. ആള് സംഭവം കൊണ്ട തന്നിട്ടുണ്ട്. LED ലൈറ്റാണ്. പക്ഷെ നമ്മുടെ ഇലക്ട്രിക്കിന്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ ബൾബ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൈഫ് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് LED ബൾബ് വെച്ചാൽ കുറച്ച് ലൈഫ് വരുള്ളൂ. അപ്പൊ അതിനുവേണ്ടി മച്ചാൻ നമുക്ക് വേണ്ടി കൊണ്ട തന്നാണ്. എടാ മറുത്ത് കാണിച്ചാ ഇതേണ്ട 2 കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇവനാണ് പേര്, ശ്രുതി എന്നാണ് നമ്മളെ മച്ചാന്റെ പേര്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യണം, ഓട്ടോകാസ്റ്റ് തന്നെ വർക്ക് ചെയ്യണം. അപ്പൊ മച്ചാൻ ഒരുപാട് നന്ദിയുണ്ട്. വളരെ സബ്സ്ക്രൈബറാണ്. എന്റെ സബ്സ്ക്രൈബറും കൂടി ആള്. നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയ സംശയമൊക്കെ അതാണ്. അപ്പൊ ഏതായാലും അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനി ഈ സാധനം വെച്ചിട്ടുള്ള ഒരു വീഡിയോ, ഇത് പിടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ നമുക്ക് ഇടാം. അപ്പൊ ഉടനെ വണ്ടിയുടെ ഫൈനൽ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.